പട്ടികജാതി വകുപ്പിന് കീഴിലുള്ള പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നിയമനങ്ങൾ PSCക്ക് വിടണമെന്ന ഗവേണിംഗ് ബോഡി തീരുമാനം 5 വർഷമായിട്ടും നടപ്പിലായില്ല. 5 വർഷത്തിന് ശേഷം ഇന്ന് വീണ്ടും ഗവേണിംഗ് ബോഡി യോഗം ചേരുമ്പോൾ മെഡിക്കൽ കോളേജിലെ നിയമനങ്ങളിൽ ക്രമക്കേടുണ്ടെന്ന പരാതി വ്യാപകമാണ്. അഞ്ച് വർഷം മുൻപ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ഗവേണിംഗ് ബോഡി യോഗത്തിലെ മിനിറ്റ്സിന്റെ പകർപ്പാണിത്. യോഗത്തിൽ 7ാമത്തെ അജണ്ടയായി മെഡിക്കൽ കോളേജിലെ നിയമനങ്ങൾ PSCക്ക് വിടണമെന്ന നിർദ്ദേശത്തിന് അംഗീകാരവും നൽകിയിരുന്നു. എന്നാൽ ഒരു തീരുമാനവും നടപ്പിലായില്ല. നിയമനങ്ങളിൽ വൻ ക്രമക്കേടാണ് നടന്നതെന്ന് പരാതിയും വ്യാപകമാണ്. സർക്കാരിൻ്റെ എല്ലാ രേഖകളിലും ഒരു സർക്കാർ സ്ഥാപനമാണെന്ന് പറയുന്ന സർക്കാരിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 2014 ഉദ്ഘാടനം കഴിഞ്ഞ് പ്രവർത്തനം ആരംഭിച്ച് 10 വർഷം തികയുമ്പോഴും അവിടുത്തെ ഒരു നിയമനം പോലും PSC വഴി നടത്തിയിട്ടില്ല. അധ്യാപകർ ഉൾപ്പെടെ 458 പേരാണ് മെഡിക്കൽ കോളേജിലുള്ളത്. പൂർണ്ണമായും പട്ടികജാതി വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജാണിത്. വിദ്യാർത്ഥി പ്രവേശനത്തിൽ പട്ടികജാതി വിഭാഗത്തിന് 70% സംവരണമുണ്ടെങ്കിലും നിയമനങ്ങളിൽ ഇക്കാര്യം പാലിക്കുന്നില്ല. നിയമനങ്ങൾ സുതാര്യമാക്കുന്നതിനെ സംബന്ധിച്ചോ നിയമനങ്ങൾ PSCക്ക് വിട്ടു നൽകുന്നതിനെ സംബന്ധിച്ചോ ഗവേണിംഗ് ബോഡിയിൽ എടുത്ത തീരുമാനം അട്ടിമറിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനു പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. സർക്കാർ മെഡിക്കൽ കോളേജിലെ നിയമനങ്ങളെല്ലാം രാഷ്ട്രീയ അട്ടിമറിയിൽ പിൻവാതിൽ നിയമനങ്ങളിലൂടെ നടന്നിട്ടുള്ളതാണ്. മെഡിക്കൽ കോളേജിലെ നിയമനങ്ങളിൽ ക്രമക്കേടുണ്ടെന്ന പരാതിയിൽ നടക്കുന്ന വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായും ആരോപണമുണ്ട്. എന്നാൽ നിയമനങ്ങൾ PSCക്ക് വിടാനുള്ള നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് മെഡിക്കൽ കോളേജ് ഡയറക്ടർ പറഞ്ഞു. ന്യൂസ് മലയാളം, പാലക്കാട്.